നമസ്കാരം. നിങ്ങളൊരു സീ ഫുഡ് ലവറാണോ? ഞാൻ വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന, മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന, നന്നായി കഴിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിവിടെ UK വന്നിട്ട് അത്യാവശ്യം നല്ല മീനുകൾ ഇവിടെ പല കടകളിലായിട്ട് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ സമയം മുതലേ എനിക്കൊരു ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു, നാട്ടിൽ നിന്നും ഭയങ്കരമായിട്ട് ടേസ്റ്റി ഫുഡായിട്ട് കഴിച്ച മീനിന്റെ മുട്ട. അപ്പൊ അത് കിട്ടുമോ എന്നുള്ളത് ഞാനിവിടെ അന്വേഷിച്ചിട്ട് എവിടെയും കിട്ടിയിരുന്നില്ല. പക്ഷെ ഈ അടുത്താണ് ഒരു റീലില് ഞാൻ കണ്ടത് മീനിന്റെ എണറ്. പല സ്ഥലത്തും പല പേരാണ്, പരിഞ്ഞില് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഇവിടെ ടിന്നിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പം ഇതാ ഇവിടെ ടിന്നിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ സാധനം. ഇത് മീനിന്റെ എണറാണ്, പരിഞ്ഞിൽ എന്നൊക്കെ പറയും. അപ്പം ഇത് കിട്ടിയൊരു സന്തോഷത്തിലാണുള്ളത്. നിങ്ങൾക്കറിയാം, മീനിന്റെ എണറൊക്കെ കിട്ടിയ സീ ഫുഡ് ലവർ ആയിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കും അത് അടിച്ചു പൊളിച്ച് കഴിക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വിഭവം ഉണ്ടാക്കുക എന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. നോക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എണറിനെ സെറ്റാക്കി എടുക്കാം. ആദ്യം പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ നന്നായി ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഉടനെ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ മൂപ്പ് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഈ എണറ്, ഞാൻ 3 ടിന്നാണ് എണറ് ഇടുന്നത്. ആ എണറിട്ട് പതിയെ നമ്മൾ ഇളക്കിയെടുക്കണം. തീ അധികം ഫുൾ ഫ്ലെയിമിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. 3 ടിന്ന് എണറിട്ടതിന് ശേഷം ആ മസാലയായിട്ട് നമ്മൾ കൂട്ടിപ്പിടിച്ച് മിക്സ് ആക്കുവാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വീണ്ടും പതിയെ ഒന്ന് ഇളക്കി ചായക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട്, ഞാൻ ഇതിൻ്റെ അകത്ത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുരുമുളക് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് പതിയെ സെറ്റാക്കി എടുക്കുവാണ്. ഞാൻ ഇത്തരത്തിൽ ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കുവാണ്. സംഗതി വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ശരിയാവും. സംഗതി ഇത് സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പരുവത്തിലേക്ക് എടുക്കുന്നത്. ഞാൻ 3 ടിൻ എടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് ഇത്രയും കിട്ടിയത്. അത് ഓരോ ആളെ ആവശ്യത്തിനനുസരിച്ച്, എനിക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി വേണമെന്നുള്ളതുകൊണ്ടാണ് ഇതെടുത്തത്. ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഡ്രൈ ആക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ കഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതിൻ്റെ ടേസ്റ്റ് നോക്കാം. അടിപൊളിയാ. ചൂടോടെ തട്ടുന്ന തന്നെ എടുത്ത് കഴിക്കാം. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടാണ്, നേരെ നമ്മളെ കൈകൊണ്ട് തന്നെ എടുക്കുന്നു. അടിപൊളി ടേസ്റ്റ്. ചൂടോടെ ഇങ്ങനെ സൂപ്പർ. ആ മീൻമുട്ടയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ മസാലയൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഡിഷ് ഉണ്ടായിരിക്കുന്നത്. സംഗതി അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കുക.